സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ടവരായ രോഗികൾക്ക് വേണ്ടി അത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് SKSF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ സന്ദേശങ്ങൾ അത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നാം കൂടുതൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കാൻ നാം തയ്യാറാവണം. നമ്മുടെ പ്രവർത്തനങ്ങൾ അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് മാതൃകയാവണം. പൂർവികരായ മഹാന്മാർ കാണിച്ചു തന്ന ആ മഹിതമായ പാതയിലൂടെയായിരിക്കണം നാം ജീവിക്കേണ്ടത്. ആ ഉത്തമ സമൂഹത്തിന് സൃഷ്ടിപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ സഹായിക്കാനും വിജയിപ്പിക്കാനും പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള പ്രചോദനം പ്രോത്സാഹനം നൽകാൻ എല്ലാ രക്ഷിതാക്കളും തയ്യാറാണെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിക്ക് വേണ്ടി ഈ ഇസ്ലാമിക് സെൻറ്റർ നിർമ്മിക്കുന്നതിന് വേണ്ടി സഹകരിച്ച നിരവധി സഹോദരിമാരുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവർ ജോലികളിൽ അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വീണ്ടും ആരോഗ്യവും സമ്പത്തും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നിരവധി നമ്മുടെ ബന്ധുക്കളുണ്ട്. അള്ളാഹു അവർക്ക് മാഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നിരവധി അസുഖങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകൾ അള്ളാഹു അവർക്കൊക്കെ തന്നെ ശിഫ നൽകി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അള്ളാഹു ഉയർത്തുകയും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരികയും ചെയ്യുമാറാവട്ടെ. ഈ പരിപാടി സ്വാലിഹായ അമൽ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി എത്തിയ കേരളത്തിൻ്റെ അഭിമന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഭിമന്യരായ PK അബ്ദുർ റബ്ബ് സാഹിബ് അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നമ്മുടെ പരിപാടിയിൽ അടുത്തതായി മോര്യ മഹലിനെ സംബന്ധിച്ചും തൊട്ടടുത്തുള്ള 3 മഹല്ലുകളുടെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ ശ്രദ്ധേയമായ ഒരു സോവനീർ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ സംഘാടകർ സംവിധാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രകാശന കർമ്മമാണ് വേദിയിൽ നടക്കാൻ പോകുന്നത്. അഭിമന്യരായ നമ്മുടെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട PK അബ്ദുർ റബ്ബ് സാഹിബ് അവറുകൾ അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട CK ഹംസക്കുട്ടി ഹാജി അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ബഹുമാനപ്പെട്ട PK അബ്ദുർ റബ്ബ് സാഹിബ് അവറുകൾക്ക് ഇസ്ലാമിക് സെൻറ്റർ നൽകുന്ന ഉപഹാരം അത് നൽകുന്നതിന് വേണ്ടി ഇസ്ലാമിക് സെൻറ്റർ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട K കുഞ്ഞുമോൻ സാഹിബ് അവറുകളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അഭിമന്യരായ അബ്ദുർ റബ്ബ് സാഹിബ് അവറുകളെയും ആദരവോടെ ക്ഷണിക്കുന്നു. നമ്മുടെ പരിപാടിയിൽ സംസാരിക്കുന്നതിന് വേണ്ടി അഭിമന്യരായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട PK അബ്ദുർ റബ്ബ് സാഹിബ് അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ആദരണീയനായ സയ്യിദ് അഹ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ, ആദരണീയനായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജബലുല്ലൈലി അവരുടെയും, ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ചെയർമാൻ സയ്യിദ് ഫഖറുദ്ദീൻ ഹസനി തങ്ങൾ, ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട റഷീദ് മോര്യ, എൻ്റെ സഹപ്രവർത്തകനും സുഹൃത്തും ഈ നിയോജക മണ്ഡലത്തിൻ്റെ MLA-യുമായ ജനാബ് അബ്ദുറഹ്മാൻ രണ്ടത്താണി, വേദിയിലുള്ള പണ്ഡിതന്മാരെയും നേതാക്കളെയും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും.
SKSSFിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പ്രദേശത്ത് ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പുതിയ കേന്ദ്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ആദരണീയനായ സയ്യിദ് ഹാമിദ് അലി ശിഹാബ് തങ്ങൾ അവർ നിർവഹിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക സമൂഹത്തെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തെ നേരായ മാർഗത്തിലൂടെ നയിക്കുന്നതിനും ഈ കാലഘട്ടത്തിലെ എല്ലാ തരത്തിലുമുള്ള ദുഷ്പ്രവണതകളിൽ നിന്ന് അവരെ തടയുന്നതിനും അവരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും ആവശ്യമായ വളരെ ജാഗരൂകമായ പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിദ്യാർത്ഥി സമൂഹം ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെയേറെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന്, അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനും അംഗീകരിക്കാൻ പ്രയാസമുള്ള രീതികളിലേക്ക്, ജീവിത രീതികളും പ്രവർത്തന ശൈലികളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ പൊതുവെയുള്ള ഒഴുക്കിൽ പെട്ടുപോകാതെ ഒഴുക്കിനെതിരെ നീന്താനുള്ള ശ്രമങ്ങൾ, അതിനാവശ്യമായ മനോധൈര്യവും പിന്തുണയുമെല്ലാം നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായ നേട്ടങ്ങൾ, വളർച്ചകൾ, അതിൻ്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളുമെല്ലാം ഇന്നത്തെ യുവതലമുറയെ ഏത് ദിശയിലേക്കാണ് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഏത് പുതിയ സംവിധാനങ്ങൾക്കും അതിൻ്റേതായ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ടാകും. അതിൽ നല്ലതിനെ ഉൾക്കൊള്ളാനും ചീത്തയെ തിരസ്കരിക്കാനുമുള്ള വിവേചന ശക്തിയും ബുദ്ധിയുമാണ് ഉണ്ടാകേണ്ടത്. പലപ്പോഴും വിദ്യാർത്ഥി കാലഘട്ടവും അതുപോലെ തന്നെ യുവത്വവുമെല്ലാം സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് തെറ്റായ മാർഗത്തിലേക്ക് വഴുതിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവിടെ അത്തരം നീക്കങ്ങളെ ചെറുക്കാൻ, അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ വഴിതിരിച്ചു കൊണ്ടുവരാൻ, ഒരു പ്രതിരോധ ശക്തിയായി നിലകൊള്ളാൻ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് സാധിക്കണം. പ്രത്യേകിച്ച് SKSS പോലുള്ള സംഘടനകൾ ഈ രംഗത്ത് കുറേ കൂടി ജാഗരൂകരായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. മത പഠന രംഗത്താണെങ്കിലും ഭൗതിക വിദ്യാഭ്യാസ രംഗത്താണെങ്കിലുമെല്ലാം ഇന്നൊട്ടേറെ വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസത്തിന് അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ കഴിയാത്തത്ര ഉയരങ്ങളിൽ എത്തിച്ചേരാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇന്ന് നമുക്കുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കുകയും അവരെ ആ ഒരു പാന്താവിലേക്ക് നയിക്കുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും
നല്ല ഉത്തമ പൗരന്മാരായി ഉത്തമ ജനങ്ങളായി ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും വേണം. ഇന്നത്തെ കലാലയ അന്തരീക്ഷങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കലാപകലുഷിതമായ സാഹചര്യങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിലുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ നമ്മുടെ കുട്ടികളുടെ അടിമകളാകുന്നു. അവരുടെ സഹവാസവും ചങ്ങാത്തവുമൊക്കെയാണ് പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരെ നയിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകമായ കണ്ണ് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് വഴിപോകാൻ സാധ്യതയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാണ് പലപ്പോഴും തെറ്റുകളിലേക്ക് നയിക്കുന്നത് നമുക്കറിയാം. ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനും ആ സാഹചര്യങ്ങളിൽ അറിയാതെ പെട്ടുപോകുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുമൊക്കെയുള്ള വളരെ ശക്തമായ ശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിൽ നടക്കുന്ന പൊതുവായ കാര്യങ്ങളിൽ സമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുവാനും വ്യക്തികളുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അതുപോലെ ഓരോ പ്രദേശത്തിൻ്റെയും ഒക്കെ പൊതുവായ നന്മകളിൽ പങ്കാളികളാകുവാനും നമുക്ക് കഴിയണം. ഒറ്റപ്പെട്ടുള്ള വേർതിരിഞ്ഞുള്ള ഒരു ശൈലി നമുക്ക് യോജിച്ചതല്ല. സമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ സമൂഹം നിറവേറ്റുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഓരോ പ്രദേശത്തുമുള്ള പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട് ആ പ്രദേശത്തുള്ള ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നമ്മുടേതായ പങ്ക് നമുക്ക് വഹിക്കാൻ കഴിയണം. അങ്ങനെ എല്ലാ നിലകളിലും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലുമെല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും എല്ലാവരുടെയും അഭിനന്ദനങ്ങളും ആശീർവാദവും നേടിയെടുക്കുവാനും സർവോപരി നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ സൽക്കർമ്മങ്ങളായി അള്ളാഹു സ്വീകരിക്കുവാനുമൊക്കെയുള്ള തരത്തിലുള്ള ചിന്തകളും പ്രവർത്തനങ്ങളുമാണ് ഉണ്ടാകേണ്ടത്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഇസ്ലാമിക് സെൻറ്റർ തീർച്ചയായും ഈ പ്രദേശത്തെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ഈ പ്രദേശത്തിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടിയും ജനങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയും ഉപകരിക്കുന്ന അതിനാവശ്യമായ ചർച്ചകൾക്ക് വേദിയാകുന്ന ആ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു നല്ല കേന്ദ്രമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.